എല്ലാരും അടിച്ചു കയറി വാ. അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അനാവശ്യ ചോദ്യം ആയിക്കോട്ടെ. ഇപ്പൊ കേന്ദ്രമന്ത്രി ഇരിക്കുകയാണ്, കുറച്ചധികമായി കേന്ദ്രമന്ത്രിയായിട്ട്. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ ഭരണം? എങ്ങനെയുണ്ട്? ടിവിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ വീട്ടിലാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ആകാൻ യോഗ്യത ഇല്ലാത്ത ആളാണോ? സിനിമയിൽ ഷിറ്റും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കി കഴിഞ്ഞിട്ട് അവിടെയും പോയിരുന്നിട്ട് ഈ ഷിറ്റ് തന്നെ പറയുള്ളൂ, വേറൊന്നും പറയില്ലല്ലോ. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവുകയാണ്. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭരണം മോശമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭരണം മോശമാണ്, ആള് മോശം. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. പുള്ളിക്കാരൻ തമ്പ്രാന്റെ ഒരു ശൈലിയിലേക്ക് പോണു. ഞാൻ തമ്പ്രാൻ, ബാക്കി എല്ലാവരും അടിയാളന്മാര്. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നോളാം, തൊടാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിപ്പിടിക്കും, ആണുങ്ങളാണെങ്കിൽ കൈയ്യോട്ട് തട്ടി മാറ്റും. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തി. പല ഇതും മൊബൈലിൽ അങ്ങ് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനോട് ആദ്യമേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരന്റെ പടവും ഇല്ല, വന്നാലോട്ട് കാണാനും പോവാറ്. എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലായി ചേർത്ത്. പടം കാണാൻ തിയേറ്ററിൽ പോകില്ലെന്നാണോ പറഞ്ഞത്? തിയേറ്ററിൽ പോവില്ല. എന്താ? അയാൾ അഭിനയിച്ച പടല്ലേ? മുമ്പ് അഭിനയിച്ചിരുന്ന വെച്ച പടം, അന്ന് അയാൾ മനുഷ്യനായിരുന്നു. ഇന്നൊരു വർഗീയ ഒരു വിധി, ഒരു ഇത് തല കുടിച്ചൊരു ആളായി പോയി. അല്ല, അയാൾ കുറെ വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മന്ത്രിയാണ്. എന്ത് പാലിച്ച്? ഒന്നും പാലിച്ചിട്ടില്ല. എന്താ പാലിച്ചു? ഏതെങ്കിലും ഒരു കാര്യം പാലിച്ചെന്ന് പറയാം. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കാം. സ്വന്തം കാര്യം ചിന്താവാ. 100% ഞാൻ യോജിക്കുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി പറയേണ്ടതല്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അടുത്ത് പറയാനും പോകുന്നില്ല. എന്താ അങ്ങനെ പറയാ? അല്ലാതെ അങ്ങനെ തന്നെയാണ്. കാരണം വന്ന ടോണുകൾ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ടോണുകൾ അങ്ങനെയാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.